Come on guys, let's go for a short trip. ഒരു ചെറിയ ഓട്ടം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അബസ്ഫോർഡിൽ നിന്ന് എടുത്ത് ചില്ലി ബാക്കിൽ ഒരു വാൾമാർട്ടിൽ ഡെലിവറി ഉണ്ട്. അപ്പോൾ സമയം രാത്രി 9-10 മണിക്ക് യാർഡിൽ നിന്ന് വണ്ടി എടുക്കണം. നമ്മൾ സമയത്തിന് എത്തും. ഇവിടുന്ന് 25 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അതിന് പിന്നെ വേറെ സ്ഥലത്ത് കയറാനുണ്ട്. അപ്പോൾ നമുക്കിന്ന് രാത്രിത്തെ ഒരു ചെറിയ ട്രിപ്പ് ചെയ്തിട്ട് വരാം. ലെറ്റ്സ് ഗോ. അപ്പം വഴിക്ക് വെച്ച് കയറാനുണ്ടെന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം ഒരു കാപ്പി എടുക്കാൻ വേണ്ടി ടിം ഹോട്ടൽസിൽ വന്നേക്കുന്നു. ഇനി ഒരു കാപ്പി എടുത്തുകൊണ്ടങ്ങ് പോയേക്കാം. അത്യാവശ്യം നല്ലൊരു ഉറക്ക ക്ഷീണമുണ്ട്. ഇതിൻ്റെ ഡ്രൈവ് ത്രൂ ഉണ്ടായിരുന്നു. ഓക്കെ അവിടെ നല്ലൊരു ഉറക്ക ക്ഷീണമുണ്ട്. അത് ഈ കാപ്പി പിടിക്കുമ്പോൾ മറിക്കോളും. നല്ല ഉറക്ക ക്ഷീണമുണ്ട്. ഡ്രൈവ് ത്രൂ ആണെന്ന് ഒന്ന് വിചാരിച്ച് കയറിയതേ ഇതിൻ്റെ അകത്തേക്ക്. ഇതിൻ്റെ ഇപ്പറയായിരുന്നു ഡ്രൈവ് ത്രൂ. പിടിച്ച് പൊളിച്ച് കയറിയാനും അതിൻ്റെ അകത്തേക്ക്. ദൈവമേ, ഇപ്പം പുറയിലിടിച്ച് പൊളിച്ചേനെ. ഇത് ഇടിക്കും, കയറും ജസ്റ്റ് മിസ്. ഇനിയൊരു പ്ലോട്ട് ട്വിസ്റ്റ് സംഭവിക്കണം. ഇത് അടച്ചിരിക്കണം. നോക്കാവേ, ക്ലോസ്ഡ് ആണോ അല്ലേ ഒന്ന്. ക്ലോസ്ഡ് അല്ല. അങ്ങനെ കാപ്പി എടുത്തു. ഇനി നമുക്ക് നേരെ യാർഡിലേക്ക് പോവാം. സിഗ്നൽ പച്ച ഇത് കിട്ടണം. കിട്ടി. മിക്കവാറും എന്നെ ഇന്ന് പോലീസ് പിടിക്കും. കയ്യിൽ ഫോണും പിടിച്ചോണ്ട് ഓടിക്കുന്നത്. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഏതായാലും യാർഡ് തരാട്ടെ. റോഡൊക്കെ നല്ല സ്ലിപ്പറിയാ. ഇതും കൊണ്ടൊന്ന് ഡ്രിഫ്റ്റ് ചെയ്താലോ, പിടിക്കുമായല്ലോ. യൂട്യൂബിൽ നിന്ന് എന്തായാലും പിടിക്കാൻ വഴിയില്ല. അവിടുന്ന് വണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യാനുള്ളൊരു മൂഡ് വന്നതായിരുന്നു. ആ വണ്ടി കാരണം ചെയ്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ആ സിഗ്നലിൽ നമുക്ക് റൈറ്റ് അടിക്കട്ടെ. അവിടുന്ന് കറക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോ ഹെഡ് മൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ 2 കൈ യൂസ് ചെയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇനി ഒറ്റ കൈ കൊണ്ട് സ്റ്റീറിംഗ് വിളയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അറിയത്തില്ല. പിന്നെ ട്രാക്ഷനും ഓഫല്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക് കറക്റ്റ് ചെയ്യുമായിരിക്കും. വണ്ടി വളഞ്ഞ് കഴിയുമ്പോഴത്തേനും അറിയത്തില്ല. ചെയ്ത് നോക്കാം. ഞാൻ വൈകിയ വണ്ടി എടുത്തപ്പോൾ ഇത് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെറുതായിട്ട് സിഗ്നലിൽ നിന്നൊക്കെ ഇങ്ങനെ കറക്കി എടുക്കുന്നല്ലാതെ ഒരു ഡോണട്ടോ ഒരു ബ്രൗണോട്ടോ ഒന്നും പ്രോപ്പറായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. പക്ഷേ ഈ വണ്ടി റെയർ വീലായതുകൊണ്ട് പറ്റും. പിന്നെ റോഡും സ്ലിപ്പറി വെറ്റാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് നോക്കാം. പണ്ടാരം പുറകെ വണ്ടി വരുന്നുണ്ട്. നോക്കാം. ഓ, അവിടെ നിന്നെല്ലാം വണ്ടി വരുന്നുണ്ട്. നല്ല ശകുനം. കിടക്കുന്ന പോലീസ്. അപ്പൊ ഇതിന്റെ അർത്ഥം അരുത്. ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലങ്ങ് ഒതുക്കിക്കോ. കിടക്കുന്ന 1, 2 എത്ര വണ്ടിയുണ്ട്? 1, 2 വണ്ടിയുണ്ട്. പക്ഷെ ആരും പുൾ ഓവർ ചെയ്തായിട്ടൊന്നും കാണുന്നില്ല. 3 വണ്ടി പോലീസ് കിടപ്പുണ്ടായിരുന്നു. ആരും പുൾ ഓവർ ചെയ്തിട്ടില്ല. അറിയത്തില്ല, എന്തെങ്കിലും ഗോപ്പിള് കാണുമായിരിക്കും. എന്നാലും വേറെ വണ്ടിയൊന്നും കിടപ്പില്ല. നമ്മുടെ യാർഡ് ഉറക്കം വന്നിട്ട് നാക്കെല്ലാം കുഴഞ്ഞു വന്നു. ഞാൻ 2 ദിവസം പ്രോപ്പറായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പോൾ കോഫി വന്നപ്പോഴത്തേനും ഒരു ചെറിയൊരു എനർജി കിട്ടിയതേ ഉള്ളൂ. ഏതായാലും രാത്രിത്തെ പരിപാടി പെട്ടെന്ന് തീർത്തിട്ട് വീട്ടിൽ പോവാം. യാർഡിൽ ഇവിടെ ഗേറ്റ് കോഡുണ്ട്. കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റ് തുറക്കും. എനിക്ക് കൊണ്ടുപോകാനുള്ള ട്രെയിലറിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഫോണിൽ കാണാൻ പറ്റും. അപ്പം 2004 ടിയറാണ് അതെ ഈ കിടക്കുന്നത്. ഈ ആദ്യത്തെ ട്രെയിലറാണ് നമുക്ക് പിക്ക് ചെയ്യാനുള്ളത്. അപ്പം നോ വരീസ്. നമ്മുടെ ട്രാക്ടർ അപ്പുറം അവിടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യം വണ്ടി കൊണ്ടാ പാർക്ക് ചെയ്ത് നമുക്ക് എടുത്തിട്ട് വരാം. വണ്ടി കൊണ്ടാ പാർക്ക് ചെയ്യണം. ട്രാക്ടറും ഒന്ന് പ്രീ ട്രിപ്പ് ചെയ്യണം. ഒന്ന്
ട്രെയിലറും ബുക്ക് ചെയ്ത് പ്രീ ട്രിപ്പ് ചെയ്ത് പെടാ പോയേക്കാം. എനിക്ക് ഡ്രൈവ് ടൈം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. നമുക്കിവിടെ ആഴ്ചയിൽ 7 മണിക്കൂർ ഓടിക്കത്തുള്ളൂ. എനിക്ക് എൻ്റെ 70 മണിക്കൂർ 68 മണിക്കൂർ ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ 2 മണിക്കൂറും കൂടെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സമയം 10 12 ആകുമ്പോഴത്തേനും 10 മണിയാകുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 മണിക്കൂർ എന്തായാലും ബാക്കിയുണ്ടല്ലോ. 12 കഴിയുമ്പോഴത്തേനും ബാക്കി വേറെ മിച്ചമുള്ള അവേഴ്സ് കയറേണ്ടതാണ്. എന്തായാലും നോക്കാം. ഇല്ല മിക്കവാറും വഴി കിടക്കേണ്ടി വരും. ലച്ചി അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഈ കിടക്കുന്ന മൊത്തം നമ്മുടെ കമ്പനിയിലെ ഡ്രൈവർമാരുടെ കാറുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെയാണ് എല്ലാവരും കാർ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ട്രാക്ടർ അപ്പുറം കിടപ്പുണ്ട്, അതെടുത്തിട്ട് പോകും. ഇവർക്ക് 10 മിനിറ്റ് അപ്പുറം വേറെ യാർഡും കൂടെ ഉണ്ട്. അതാണ് മെയിൻ യാർഡ്. ഇതായിരുന്നു മെയിൻ യാർഡ്. ഇത് അവിടെ പുതിയ യാർഡ് ഓപ്പൺ ചെയ്തു. അപ്പം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിയെ. ഇപ്പം മിക്കവാറും നമ്മൾ കാറുകളെല്ലാം ഇടുന്നു ഇനി അവിടെ തന്നെ ആയിരിക്കണം, കാറും ട്രക്കും എല്ലാം. അതായത് ഇതാണ് ട്രക്ക്, വോൾവോ 760. ബേസിക് പ്രീ ട്രിപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കിയിട്ട് പരിപാടികളെല്ലാം നോക്കാം, ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ. ഓയിൽ, കൂളൻ്റ്, ഫ്ലൂയിഡുകളെല്ലാം ഓക്കെയാണ്. പിന്നെ അധികം നോക്കാനില്ല. ഞാനിന്ന് രാവിലെ കൊണ്ടിട്ട വണ്ടിയാണ്. ഇത് നമ്മുടെ ഡെഡിക്കേറ്റഡ് ട്രക്കാണ്. ഇത് ഞാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ലോഗിൻ ചെയ്യണം. ഇതാണ് നമ്മുടെ ലോഗിൻ ചെയ്ത് നോക്കട്ടെ എത്ര അവേഴ്സ് ബാക്കിയുണ്ടെന്ന്. കാര്യങ്ങൾ ഇച്ചിരി കഷ്ടത്തിലാണ്. അതിനകത്ത് 70 മണിക്കൂറിൽ ഇനി എനിക്ക് മിച്ചം 2 മണിക്കൂർ 11 മിനിറ്റേ ഉള്ളൂ. ഇപ്പോൾ സമയം 10 ഉള്ളൂ. കറക്റ്റ് നമുക്കൊന്ന് 10 മണിയാകുമ്പോഴത്തേനും നമുക്കങ്ങ് വണ്ടി എടുക്കാം. നമുക്കിപ്പോൾ തൽക്കാലം പതിയെ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോയി ആദ്യം ഒരു പ്രീ ട്രിപ്പ് ഇടണ്ട. വണ്ടി എന്തായാലും ഉരുട്ടിക്കൊണ്ട് പോയി നമുക്ക് അവിടെയാണ് ട്രെയിലർ എടുക്കുന്നത്. നമുക്ക് ആ ട്രെയിലറായിട്ട് ബുക്ക് ചെയ്യാം. എന്നിട്ട് 10 കഴിയുമ്പോഴത്തേനും നമുക്ക് പ്രീ ട്രിപ്പ് വിട്ട് ഇറങ്ങാം. അതിന് മുന്നേ ഇവിടെ ഒരു ടാബ് ഇരിപ്പുണ്ട്. ആ ടാബ് എടുത്ത് നോക്കട്ടെ. അങ്ങനെ ടാബ് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗോപ്ര ചാർജ് ഉണ്ടോ എന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ചാർജ് ചെയ്ത് ഇട്ടിരുന്നതാണ്. നോക്കാം. ചാർജ് 82 ഉണ്ട്. 1 മണിക്കൂർ ഷൂട്ട് ചെയ്യാം. അത് കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, പെർഫെക്റ്റ്. ഇത് മറ്റേ ഹെഡ് സ്ട്രാപ്പാണ്. തലയിൽ കൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ആ POV അങ്ങ് കിട്ടിക്കോളും. അപ്പോൾ ഓക്കെ, സെറ്റ്. നമുക്ക് നീങ്ങിയേക്കാം. ഇപ്പോൾ സമയം ഇനിയിപ്പോൾ 10 ആകാൻ 2 മിനിറ്റേ ഉള്ളൂ. പതിയെ വണ്ടി എടുത്തേക്കാം. തലയിൽ ടൈറ്റായിട്ടിരിക്കുന്നില്ല, ലൂസ് ആകുന്നു. അപ്പുറമുള്ള ട്രക്കുകാരനൊക്കെ നോക്കുന്നുണ്ട് തലയിൽ എന്താ ഇരിക്കുന്നതെന്ന്. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് കണ്ടോ, 70 മണിക്കൂറിൽ ഇനി എനിക്ക് മിച്ചം 2 മണിക്കൂർ 11 മിനിറ്റേ ഉള്ളൂ. ഇനി നമ്മുടെ ലൊക്കേഷനിലേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. അവിടെ ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ വാൾമാർട്ട്, നമുക്കപ്പോൾ വാൾമാർട്ടിന് ഡെലിവറി ഇവിടെ നിന്ന് 26 മിനിറ്റ് ഉള്ളൂ. ചീള് 26 മിനിറ്റ് അപ്പുറമുള്ള ഒരു ലൊക്കേഷനിലേക്കാണ് നമുക്ക് ഡെലിവറി. അത് വാൾമാർട്ടാണ്. വാൾമാർട്ട് സൂപ്പർ സ്റ്റോറാണ്. അല്ല, സൂപ്പർ സ്റ്റോർ എന്നാണ് പറയുന്നത്. വാൾമാർട്ട് സൂപ്പർ മാർക്കറ്റ്. എന്തായാലും വാൾമാർട്ട്. റീഫർ ലോഡാണല്ലോ. റീഫർ ഓണാ. ടെമ്പറേച്ചർ 34. ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് കാണാം. സാറിന് നമുക്ക് ടെമ്പറേച്ചർ എഴുതി കാണിക്കില്ല. അത്തേൽ ടീന്ന് മാത്രമേ എഴുതി കാണിക്കത്തുള്ളൂ. റീഫർ തെർമോക്കിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ടീന്ന് മാത്രമേ എഴുതി കാണിക്കത്തുള്ളൂ. അതിനിവിടെ ടെമ്പറേച്ചർ എഴുതി കാണിക്കുന്നുണ്ട്. കൊള്ളാം, നല്ലൊരു കൺവീനിയൻസ് ആണത്. എയർ ബാഗ് ഡംപ് ആവുന്നില്ലല്ലോ.
ഇറങ്ങിച്ച് നോക്കാം. വെറുതെ സമയമില്ലാത്ത നേരത്ത് പള്ളി വാങ്ങിക്കണ്ട. ഉണ്ടായല്ലോ. സാധാരണ സൗണ്ട് കേൾക്കുന്ന സൗണ്ട് കേട്ടില്ല. എയർ ബാഗ് ഫില്ല് ചെയ്യാം. ഇതിവിടെ നമുക്കിപ്പോൾ കാണാം. സാധാരണ ഇപ്പം 100 കയറുന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം 5th വീലിൽ ട്രെയിലർ ഇരിപ്പുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പം ലോക്ക് ഇടാം. ലോക്കായി. അതിന് പിന്നെ നമുക്ക് നമ്മുടെ പ്രീ ട്രിപ്പ് ഇടാം. ഇത് ലൈസൻസ് പ്ലേറ്റ് ഇതല്ല. ഈ ഇടയ്ക്ക് ഒരു മാനിനെ അടിച്ച് ഇത് നമ്പർ പ്ലേറ്റ് കാണാതെ, ശരി നമ്പർ പ്ലേറ്റ് പോയായിരുന്നു. പുതിയ പ്ലേറ്റ് വെച്ചേക്കണം. അതെല്ലാം നോക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് വരട്ടെ. ഇനി നമുക്ക് പോയി ട്രെയിലർ ബുക്ക് ചെയ്ത് സീലുണ്ടോ നോക്കിയിട്ട് വരാം. മോസ്റ്റ് പ്രോബബ്ലി ഈ സീൽ കാണും, ഐ തിങ്ക് സോ. പിന്നെ മൾട്ടിപ്പിൾ ഡ്രോപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ലാൻഡിംഗ് ഗിയർ നോക്കാം. ഇതാണ് നമ്മുടെ പേപ്പറുകൾ. അബസ്ഫോർഡ്, ചില്ലിവാക്ക്, കനാൽ, പ്രിൻസ് ജോർജ്. ഓക്കെ, അബസ്ഫോർഡ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ഡ്രോപ്പാണ്. അബസ്ഫോർഡിൽ ഡ്രോപ്പ് ഉണ്ടായിരുന്നു, ചില്ലിവാക്കിലുണ്ട്, കനാൽ ഉണ്ട്, പ്രിൻസ് ജോർജ് ഉണ്ട്. നമ്മൾ പോയി ചെയ്യാൻ പോകുന്നത് ചില്ലിവാക്കും കൂടെ ചെയ്യും, രണ്ട് തിരിച്ചുകൂടെ കൊണ്ടിടും. അപ്പോൾ അടുത്ത ഡ്രൈവർ വന്ന് ഇത് രണ്ടും കൂടെ അങ്ങ് പോയി ചെയ്യും. നാളെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും കൊള്ളാം. റീഫർ ആയതുകൊണ്ട് എൻ്റെ റീഫറിൻ്റെ ഫ്യൂവൽ നോക്കാം. ഒരു ഹാഫ് ടാങ്ക് ഉണ്ട്, നോട്ട് ബാഡ്. ലൈൻസ് കണക്ട് ചെയ്യാം. അതിന് മുന്നേ ഇത് ലോക്കായി നോക്കാം. ലോക്കായി. ഇനി ട്രെയിലറിൻ്റെ എയർ റിലീസ് ചെയ്യാം. ലീക്കലുണ്ടെങ്കിൽ അറിയാം. അതിൻ്റെ അപ്പുണ്ട്, അവിടെ ഇൻഡിക്കേറ്റർ ഇട്ട് പുറത്തെ ലൈറ്റെല്ലാം വർക്കിംഗ് ആണോ, സീലും ഉണ്ടോ എന്ന് നോക്കാം. ഇത് മറ്റേ ഇറ്റയിൽ ലൈറ്റൊക്കെ ഉണ്ടല്ലോ നമ്മുടെ റീഫറിൽ. പക്ഷെ ട്രെയിലറിൽ അധികം ലൈറ്റില്ല. ട്രെയിലറിന് കൂടെ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വഴിയിൽ ദീപം പോലെ കൊണ്ടുപോകായിരുന്നു. ഇതെല്ലാം ചുറ്റി വെച്ചടിച്ച് നോക്കേണ്ടതാണ്. കാരണം സെറ്റ് ചെയ്ത് വിടാം. ഏതാണോ നമ്പർ കാണുമല്ലോ? യെസ്, 0897859. ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ലൈറ്റൊക്കെ വർക്കിങ്ങാണ്. ഈ ടയർ കണ്ടാലും അറിയാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇങ്ങനെയൊന്നും അല്ല ചെക്ക് ചെയ്യേണ്ടത്. സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. കാരണം ഞാൻ യൂഷ്വലായിട്ട് ചുറ്റി വെച്ചെല്ലാം അടിച്ചു നോക്കുന്നത്. എന്തായാലും പോകുന്നതിന് മുന്നേ റീഫറിൻ്റെ കൂടെ ഫോട്ടോ എടുത്തേക്കാം. നമ്മുടെ എക്സോസ്റ്റിൽ പോകുന്ന പോകാണ്ടോ. പിന്നെ ഇതും കൂടെ എടുത്തേക്കാം.
ചെളി. പോകുന്നതിന് മുന്നേ നമ്മളെ റൂട്ടൊക്കെ നോക്കി വെച്ചേക്കാം. കറക്റ്റ് വഴി കൂടെ തന്നെയല്ല പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈവാൻസ് റോഡിൽ നിന്ന് നോ ട്രക്ക് റൂട്ടോ അല്ലെ റെസിഡൻഷ്യൽ ഏരിയ കൂടെ എല്ലാം പോകുന്നുണ്ടോ എന്നെല്ലാം നോക്കാം. അപ്പം ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്കെന്തായാലും ഈ വഴിയാണ് പോകേണ്ടത്. ഇതിലൂടെ വേണം പോകാൻ. ഇതിലൂടെ ചെന്ന് പുറകിൽ കൂടെ കയറി ഇവിടെയാണ് ഡോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈഡിൽ കൂടെ കയറി വരണം. ഇതിലൂടെ കയറി വരണമെന്നുണ്ടെങ്കിൽ ഇത് ടൈറ്റ്, ഇത് വളയല. ഇതിലെ നേരെ വന്ന് ഇത് വളയല. അപ്പോൾ ഇതിലെ വരണം, ഇത് വളയല. അപ്പോൾ ഇതിലെ വരണം, ഇതിലെ വന്ന് ഇത് വളയും. ഇത്രയും നോക്കി പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. BMO പെറ്റ് സ്മാർട്ടിൻ്റെയും BMOൻ്റെയും ആ ഇൻ്റർസെക്ഷനിൽ തിരിയണം. ഓക്കെ, ഓൾ ഗുഡ്. അപ്പോൾ നമുക്ക് പോയേക്കാം. നമുക്കിനി അധികം സമയം കളയല്ല. നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇതാണ് ഈ ലോഗിൻ്റെ വിഷയം. ആ ഗേറ്റ് അടയുന്നതിന് മുന്നേ നമുക്ക് ഇറങ്ങണം. ഇല്ലേ കോടടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. മടി. നമുക്കിവിടുന്ന് ലെഫ്റ്റ്, റൈറ്റും പോകാം ലെഫ്റ്റും പോകാം. പക്ഷേ ഹൈവേയിലേക്കുള്ള ഒരു ഈസി ആക്സസ് ലെഫ്റ്റാണ്. എന്തൊരു ഒച്ചയൊക്കെ കേട്ടല്ലോ. പരിപാടികളെല്ലാം ചെയ്തില്ല. ലാൻഡിങ് ഗിയർ നോക്കി എയർലൈൻസ് കണക്ട് ചെയ്തു. ഫിഫ്ത്ത് വീൽ ലോക്ക് ആയിരുന്നു. ഡബിൾ ചെക്ക് ചെയ്തു. യാ ഓൾ ഗുഡ്. ഹോപ്പ്ഫുള്ളി അപ്പോൾ 24 മിനിറ്റ്സ് ഡ്രൈവ് സമയങ്ങൾ അവിടെ എത്തിയേക്കാം. എനിക്ക് തോന്നുന്നത് ഇത് 2 മണിക്കൂർ തീരുന്നതിന് നമ്മൾ പരിപാടി തീർത്ത് നമ്മളിവിടെ തിരിച്ചെത്തും. ഐ തിങ്ക് സോ. പിന്നെ പറയാൻ പറ്റത്തില്ല, നമുക്ക് അവിടെ അൺലോഡിങ് ഉണ്ട്. എത്ര നേരം എടുക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ആ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടുത്തെ പ്രൊസീജിയേഴ്സും പരിപാടികളൊന്നും അറിയത്തില്ല. പ്രൊസീജിയറും പരിപാടികളും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം കോമൺ തന്നെയാണ്. വാൾമാർട്ട് എന്ന് പറയുന്നൊരു ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ്. നോർത്ത് അമേരിക്ക മൊത്തം ഉണ്ട്. ഇപ്പോൾ രാത്രിയിലാണ് ഇവരുടെ മെയിൻ ഇത് വരുന്നത്. ഇവർക്ക് അടുത്ത ദിവസം അവരുടെ സ്റ്റോക്കുകൾ വരുന്നത്. എന്നിട്ട് അവർ രാത്രി തന്നെ ഇത് അറേഞ്ച് ചെയ്ത് വെക്കും. അടുത്ത ദിവസം രാവിലെ 8 മണിയാകുമ്പോൾ ഓപ്പൺ ആക്കാൻ നേരത്ത് പ്രൊഡ്യൂസും പരിപാടികളെല്ലാം എല്ലാം ഷെൽഫിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓവർനൈറ്റാണ് ഇവരുടെ ഡെലിവറിയും റിസീവിങ് ഒക്കെ. പ്രത്യേകിച്ച് അവിടെ ടാസ്കുകളും പരിപാടികളൊന്നുമില്ല. അവിടെ ചെല്ലുക, നമ്മൾ പേപ്പർ BOL കൊടുക്കുക, ട്രെയിലർ അവർ സീല് പൊട്ടിക്കും, ലോക്ക് ചെയ്യും, അവർ അൺലോഡ് ചെയ്യും. അവർ അൺലോഡ് ചെയ്യുമായിരിക്കും, എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ലോഡ് സെക്യൂർ ചെയ്തേക്കുന്ന സ്ട്രാപ്പുകൾ ചിലപ്പോൾ അയച്ചു കൊടുക്കേണ്ടി വരുമായിരിക്കും. കാരണം അതിനകത്ത് അവർ തൊടിയല്ല. ഓരോരോ പോളിസികൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് എടുത്താൽ മതി. പക്ഷേ അതിനകത്ത് നമ്മൾ അഴിച്ച് മാറ്റണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല, നമുക്ക് ചെല്ലുമ്പോൾ നോക്കാം. വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് അവിടുത്തെ ആ പരിപാടി പടയെന്ന് പറഞ്ഞ് കഴിയും. കാരണം ഇത് മൾട്ടിപ്പിൾ ഡ്രോപ്പ് ആയതുകൊണ്ട് ഒരുപാട് ലോഡൊന്നും അവിടെ ഇറക്കാനില്ല. ഒന്ന് കൂടിപ്പോയൊരു 4 സ്കിഡല്ല 5 സ്കിഡേ കാണുള്ളൂ മാക്സിമം. കാരണം ഇനി 2 ഡ്രോപ്പും കൂടെ ഉണ്ട് ഇത്തേൽ. അപ്പോൾ ഓൾറെഡി 4 സ്റ്റോപ്പിലേക്കുള്ള ലോഡ് മൊത്തം ഈ ട്രെയിലറിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ ഈ ടൗണിൽ തന്നെ അപ്പസ്ഫോർഡിൽ തന്നെ ഒരെണ്ണം ഇറക്കി. അത് കഴിഞ്ഞ് ഇനി മിച്ചം 3 ഉള്ള അത് ഒരെണ്ണം ചില്ലിവാക്കിലുണ്ട്. അതാണിപ്പോൾ ഞാൻ പോയി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെയുള്ളത് കനാലും പ്രിൻസ് ജോർജും. അത് പ്രിൻസ് ജോർജ് പോകുന്ന വഴിക്ക് തന്നെയാണ് കനാൽ. പ്രിൻസ് ജോർജ് എത്തുന്നതിനൊരു 1.25-1.5 മണിക്കൂർ മുന്നേ. അപ്പോൾ അത് മറ്റേ ഡ്രൈവർ പോയി ചെയ്തോളും.
നമ്മുടെ പരിപാടി പടയെന്ന് പറഞ്ഞാൽ കഴിയാനാണ് സാധ്യത. ഹോപ്പ്ഫുള്ളി ഓൾ ഗോസ് ഗുഡ്. ഔട്ട് ഓഫ് അവേഴ്സ് ആകായിരുന്നാൽ മതിയായിരുന്നു. ഔട്ട് ഓഫ് അവേഴ്സ് ആയി കഴിഞ്ഞാൽ വഴി കിടക്കേണ്ടി വരും. എന്ത് ചെയ്യുന്ന അറിയത്തില്ല, അത് വരുന്നിടത്ത് വെച്ച് നോക്കേണ്ടി വരും. സാധാരണ ഇത് ഈ താഴെക്കൂടെയുള്ള ഈ ലൈറ്റുകളും ഈ ബാറ് മൊത്തം ഇങ്ങനെ നിൽക്കുന്നതാണ്. ബാറും ഒറ്റ ബാറ് പോലും ഇല്ല. അതിൻ്റെ അർത്ഥം തീർന്നു. അപ്പോൾ ഓക്കെ, ഇനി ഹൈവേ കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഹൈവേയിൽ കയറി. ഇനി വെറും 19 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മുടെ വണ്ടി 105 ലോക്കാണ്. ഇപ്പം 103, 102. അവനെ ഓവർടേക്ക് ചെയ്യണം. ഓവർടേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കാൻ. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കുറേ വണ്ടികളൊന്നും ഇല്ല ഓവർടേക്ക് ചെയ്തേക്കല്ലേ. എടുപടെ തീരുമാനങ്ങളൊക്കെ. അണ്ണം മിക്കവാറും സ്പീഡിൽ പോകും. ഇറക്കം കൂടെ വരുന്ന. വലിയ പുറകെ ട്രാഫിക്കൊന്നും ഇല്ല. പകൽ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറകിൽ ആരും ഇപ്പം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ തെറി വിളിക്കും. അടിച്ചുകൊണ്ട് കയറിയില്ല 110. അപ്പോൾ അത്യാവശ്യം ലോഡുണ്ട്, ചെറിയൊരു വെയിറ്റ് ഉണ്ട്. കാരണം അതൊരു ചെറിയ ഇറക്കമായിരുന്നു. അവിടെ അത്ര സ്പീഡ് കയറേണ്ട ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. ഐ മീൻ ലൈറ്റ് ലോഡായിരുന്നുണ്ടെങ്കിൽ. ഉറക്കം റെഡി ആയിട്ടില്ല. എൻ്റെ ഉറക്കം റെഡി ആയിട്ടില്ല. ഏതൊരു വിമാനം. നമ്മുടെ യാർഡിന് തൊട്ടപ്പുറം തന്നെയാണ് ഇത്. അബസ്ഫോർഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങോട്ടേക്ക് വരുന്നൊരു വിമാനമാണ്. നമുക്കിത് ഏതാന്ന് നോക്കാം. ഫ്ലൈറ്റ് ട്രാക്കറിൽ നോക്കാം. ആരും അനുകരിക്കരുതേ. ഫോൺ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. ഇത് ടൊറൻറ്റോയിൽ നിന്ന് വരുന്നതാണല്ലോ, ഫ്ലെയർ എയർലൈൻസ്. ടൊറൻറ്റോയിൽ നിന്നൊരു 4 മണിക്കൂർ 45 മിനിറ്റ് മുന്നേ പുറപ്പെട്ട വണ്ടിയല്ല, വിമാനം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഇതേപോലെ ഒരു 15 കിലോമീറ്റർ എന്തായാലും 24 കിലോമീറ്റർ എന്തായാലും ഹൈവേ കൂടെയാണ്. നമ്മൾ എക്സിറ്റ് എടുക്കാൻ നേരത്ത് പിന്നെയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഞാനൊന്ന് പാട്ട് കേട്ട് വണ്ടി ഓടിക്കട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഈ പാട്ട് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശീലമായിക്കോളുമായിരിക്കും. പാട്ട് കേൾക്കാതെ വണ്ടി ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ ഹെഡ്സെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പാട്ട് കേട്ട് വരാം. ഞാൻ ഹൈവേ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇതുണ്ടോ ആ വണ്ടിയുടെ മുകളിൽ മറ്റേ ക്രിസ്മസ് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയേക്കുക. ഇതൊക്കെ എവിടെ കുത്തുന്നില്ല, പ്ലഗ് ഇൻ ചെയ്യുന്നത്. മറ്റേ കാറിനകത്ത് 12 വോൾട്ടിലോ 6 വോൾട്ടിലോ എല്ലാം കൊടുത്തു കാണുമായിരിക്കും. ഈ ഐറ്റത്തിൽ കൊള്ളാം. അങ്ങനെ നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. വെറും 4 മിനിറ്റ് കൂടെ. 1.3 കിലോമീറ്റേഴ്സ് നമ്മൾ എക്സിറ്റ് എടുക്കും. ഇവാൻസ് റോഡ് ഇത് തന്നെ. വിത്തിൻ 1 കിലോമീറ്റർ എക്സിറ്റ് എടുത്ത് നമുക്ക് അവിടെ നിന്ന് മോളിൽ കൂടെ ക്രോസ് ചെയ്ത് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. ലെഫ്റ്റിലാണ് വാൾമാർട്ട്. സമയത്ര 10:45. ഈ കാണുന്നത് ഇതെല്ലാം മല കേട്ടോ. ഇവിടെ ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മൊത്തം സറൗണ്ട് ചെയ്തേക്കുന്ന ഫുള്ള് മൗണ്ടൈനാണ്. ഇവിടുന്ന് ലെഫ്റ്റ്. ഇവിടെയൊക്കെ വളഞ്ഞു കിട്ടും എന്തോ. I think yeah.
റേറ്റ്. എനിക്ക് എയർ ലീക്ക് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ. നമുക്ക് തിരിയേണ്ടത് BMOയും പെറ്റ് സ്മാർട്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ. നമുക്ക് ഇവിടുന്ന് ഉടനെ ലെഫ്റ്റാണ്. ഇവിടെ വാൾമാർട്ട് കാണുന്നില്ലല്ലോ. വാൾമാർട്ട്. അപ്പം നമുക്ക് ഇവിടെ തിരിയാം. വാൾമാർട്ട് അടയ്ക്കേണ്ട സമയമായാലോ? 11 അടയ്ക്കും. ഇപ്പം അടയ്ക്കും. ഇവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നോക്കാം. ട്രക്ക് എൻട്രൻസ് ഒന്നുമേ ഇല്ല. ഞാൻ ആ മിറർ മൊത്തം ചെളി, അതൊന്നും കാണത്തില്ല. ഞാൻ വെച്ച് നമ്മൾ പോകുന്നതിൻ്റെ എല്ലാം പറയാം. മുന്നും വരുന്നുണ്ടോ? എയർ ലീക്ക് ഇല്ലല്ലോ. അവൻ ഷോർട്ട് കട്ട് എടുത്താണ്. ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാനൊരു 3 സെക്കൻഡ് കൂടെ നേരത്തെ എടുത്തെങ്കിൽ അവനവിടെ കുടുങ്ങിയാൽ. കാരണം മദ്യം വാങ്ങാൻ വേണ്ടി വന്നു. ഇവിടെ നല്ല ഓൾഡ് റൂം കിട്ടുമായിരുന്നെങ്കിൽ പറഞ്ഞ് എടുക്കായിരുന്നു. നോക്കണോ? വേണ്ടല്ലോ. ഡെലിവറി ചെയ്യാൻ വന്ന ഡെലിവറി ചെയ്തിട്ട് പൊക്കോണം. ഇതിനിടയ്ക്ക് വേറെ പല ചിന്തകളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നോട്ട് ഗുഡ്. ഇതാണ് നമ്മ ഡോക്ക്. നമ്മൾ ബാക്കപ്പ് അടിക്കേണ്ട സ്ഥലം. ഒരുമണി നമുക്ക് ആദ്യമേ ചെന്ന് പേപ്പർ കൊടുത്തിട്ട് വരാം. കാരണം ബാക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഡോർ അടയ്ക്കണം. ഡോർ തുറക്കണം. ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. എവിടെ ഇവരുടെ എൻട്രൻസ് എവിടെയാണ്?
അപ്പോൾ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ സമയം 10:50, 11 മണിക്കാണ് അവർ റിസീവിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 11 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ടെക്നിക്കലി ഞാൻ അകത്ത് പോയി വെയിറ്റ് ചെയ്യേണ്ടതാണ്. ആൾ പറഞ്ഞു ട്രക്കിൽ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രക്കിൽ വെയിറ്റ് ചെയ്തോ, പുള്ളി ഡോണ്ട് മൈൻഡ്. ഞാൻ വിചാരിച്ചു ആക്ച്വലി കറക്റ്റ് അല്ല കേട്ടോ. ഈ സൈഡും ആ ഗ്യാപ്പുകളങ്ങ് കറക്റ്റ് ആവുന്നില്ല. യെസ്, സീൽ നമ്പർ വേണോ? സീൽ നമ്പർ 89 78 59 78 59 8978599785 യെസ്. പേപ്പറായിട്ട് നമുക്ക് പോകാം. അതിൻ്റെ ഒപ്പം സേഫ്റ്റി ഇഷ്യൂ കൂടെ ഇടാം. ഇനി അതിൻ്റെ പേരിൽ ഒരു വിഷയം വേണ്ട. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. കുറച്ച് സമയം അധികം എടുത്തു, 45 മിനിറ്റ്. ഓഫ് ഡ്യൂട്ടി ആണല്ലോ. ഞാൻ ഡെലിവറിക്ക് അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അൺലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലെ ഡ്യൂട്ടിയുടെ സ്റ്റാറ്റസ് മാറ്റാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആകെ 2 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇപ്പം മിച്ചം 48 മിനിറ്റ് ഉള്ളൂ. പിന്നെ തിരിച്ച് യാർഡിലേക്ക് 20 സംതിങ് മിനിറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഷുഡ് ബി ഗുഡ്. സമയത്തിനെത്തും. അപ്പം നമ്മുടെ വർക്ക് ഫ്ലോ ഫിനിഷ് ചെയ്യുക, സബ്മിറ്റ്. പിന്നെ ഇപ്പം തിരിച്ചവിടെ യാർഡിലേക്ക് എത്താം. ഇതോടെ പരിപാടി. ഈ പേപ്പറുകളെല്ലാം ട്രെയിലറിൽ ഡ്രോപ്പ് ചെയ്യേണ്ട പേപ്പറാണ്. യാ, റെസ്റ്റ് എവറിത്തിങ് ഈസ് ഗുഡ്. ഇച്ചിരി കോമഡി ഉണ്ടായിരുന്നു. 11 മണിക്ക് ഡെലിവറി എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അകത്തേക്ക് കയറി ചെന്നു. പേപ്പറൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി ചെന്നു. എല്ലാ പേപ്പറും എടുത്തോണ്ടായിരുന്നു. അടുത്ത 2 സ്റ്റോപ്പിലേക്കുള്ള പേപ്പറും പിന്നെ കഴിഞ്ഞ ഒരു സ്റ്റോപ്പിൽ പേപ്പറും, അതായത് റിസീവിങ് പേപ്പറും ഉണ്ടായിരുന്നു. അത് എല്ലാം കൂടെ ആയിട്ടാണ് ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ 11 ആകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒരു ഇന്ത്യക്കാരി പെണ്ണ് ഒന്ന് ചോദിച്ചു, ഈ സ്റ്റോപ്പിലേക്കുള്ള പേപ്പർ എന്തെന്ന് ചോദിച്ചിട്ട് ആ പേപ്പർ എടുത്തുകൊണ്ട് അങ്ങ് പോയി. 11 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അൺലോഡ് ചെയ്യാൻ വേണ്ടി വേറെ ആൾ വന്നു. ആൾ വന്നിട്ട് പേപ്പർ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ആളെടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു. പേപ്പറും കാണുന്നില്ല, ആളെയും കാണുന്നില്ല. തപ്പി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആൾ വീട്ടിൽ പോയി. 11 മണി കഴിഞ്ഞപ്പോഴത്തേന് ആൾ ഷിഫ്റ്റും കഴിഞ്ഞ് ആൾ വീട്ടിൽ പോയി. നമ്മുടെ പേപ്പർ ആരുടെയും കൊടുത്തുമില്ല, എവിടെ കൊടുത്തോ അതൊന്നും അറിയത്തുമില്ല. അവസാനം കുറേ കറങ്ങി നടന്ന് തപ്പി അവസാനം ഒരു മൂലയ്ക്ക് നമ്മുടെ പേപ്പർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഡെലിവറി എല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് യാർഡിലേക്ക് പോകാൻ വേണ്ടി പോവാം. ഇനി നമുക്ക് റിമൈനിങ് ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്. അതുകൊണ്ട് എത്തുമായിരിക്കും തോന്നുന്നു. 13 മണിക്കൂർ 70 മണിക്കൂറിൽ 45 മിനിറ്റേ ഉള്ളൂ. അതൊക്കെ എത്തും. അപ്പോൾ ലെറ്റ്സ് ഗോ.
അപ്പം കുറച്ച് കോമഡി പരിപാടികളൊക്കെ ഉണ്ടായി. വണ്ടിക്ക് ഒട്ടും വെട്ടില്ല തോന്നുന്നു. ട്രെയിലർ അടച്ച് ലോക്ക് ചെയ്ത് സീലിട്ടു. ഓൾ ഗുഡ്. ഇനി എന്തോ ചെയ്യാൻ കിടക്കുന്ന പോലെ ഒരു തോന്നൽ. ഒന്നുമില്ല. അപ്പോൾ ഇന്നോലെ 11 മണിയാകുമ്പോഴേ അൺലോഡ് ചെയ്യുള്ളൂ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കയറി ചെന്നു. 10 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ അകത്തേക്ക് കയറി ചെന്നു. അതിനകത്ത് എന്തായാലും ഞാൻ കയറി നിൽക്കണമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ അവിടെ കയറി ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഇന്ത്യക്കാരി പെണ്ണ് വന്നിട്ട് ഞാൻ എല്ലാ പേപ്പറും ഇട്ട് ചെയ്തത്. അതായത് നമുക്ക് ട്രെയിലർ 4 സ്റ്റോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സ്റ്റോപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇത് 2ാമത്തെ ആയിരുന്നു. കഴിഞ്ഞ് ഇനി 3-4 ഉണ്ട്. അപ്പം കഴിഞ്ഞ റിസീവിങ് പേപ്പറും അടുത്ത 2 സ്റ്റോപ്പിലേക്കുള്ള ലോഡിൻ്റെ പേപ്പറൊക്കെ ആയിട്ട് മൊത്തത്തിലെല്ലാം കൂടെ ആയിട്ട് ഞാൻ കയറി ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും ലെവൽ വന്ന് പേപ്പറെല്ലാം ഈ സ്റ്റോപ്പിലേക്കുള്ള പേപ്പർ തരാൻ പറയും. അങ്ങനെ ഈ സ്റ്റോപ്പിലേക്കുള്ള പേപ്പർ എടുത്ത് കൊടുത്ത് അപ്പോൾ 11 കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് അൺലോഡ് ചെയ്യാൻ വേണ്ടി ആൾ വന്ന് അൺലോഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പേപ്പർ ചോദിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരാൾ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയിട്ട് ആളെയും കാണുന്നില്ല, പേപ്പറും കാണുന്നില്ല. തപ്പി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ക്ലോക്ക് ഔട്ട് ചെയ്ത് വീട്ടിൽ പോയി. 11 വരെ ഉണ്ടായിരുന്നുള്ളൂ ഷിഫ്റ്റ്. ആൾ 11 കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ പോയി. പേപ്പർ ആരുടെയിൽ ഏൽപ്പിച്ചിട്ടുമില്ല, എവിടെ വെച്ചതെന്ന് ആരുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അത് തപ്പി നടന്ന് അവസാനം ഒരു ടേബിളിലൊരു മൂലയ്ക്ക് അതുകൊണ്ട് ഭദ്രമായിട്ട് വെച്ചേക്കുന്നുണ്ട്. അങ്ങനെ അതും തപ്പി എടുത്ത് അൺലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു സമയമായി. പിന്നെ എനിക്കിനി 48 മിനിറ്റ് കൂടെ അങ്ങോട്ടുണ്ട്. അതുകൊണ്ട് നോട്ട് ബാഡ്. തിരിച്ച് യാർഡിലേക്ക് 20 മിനിറ്റും കൂടെ ഉള്ളൂ ഡ്രൈവ്. അതുകൊണ്ട് കുഴപ്പമില്ല. പണ്ണൻ എല്ലാവരും പഞ്ചാബികളായിരുന്നു അത് വർക്ക് ചെയ്തിരുന്ന. ഒരു 3-4 പീപ്പിൾ വൈറ്റ്സേ ഉള്ളൂ. ബാക്കിയെല്ലാം പഞ്ചാബികളാണ്. മലയാളികളാരുമില്ല, എല്ലാം പഞ്ചാബികളാണ്. അതിൻ്റെ അടുത്ത് ഹിന്ദിയിലാണ് സംസാരിച്ചത്. എനിക്ക് മനസ്സിലായെങ്കിലും ഞാൻ തിരിച്ച് ഇംഗ്ലീഷിലാണ് മറുപടി പറഞ്ഞത്. പിന്നെ അവന്മാർ ഹിന്ദി പറയുമ്പോഴെല്ലാം ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്. അവസാനം അവർ ചോദിച്ചു എവിടെ നിന്നെന്ന് ചോദിച്ചു. അല്ല കേരളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു പുള്ളി കേരളത്തിൽ വന്നിട്ടുണ്ട്, ഒരു സിഖുകാരൻ. അണ്ണൻ പറഞ്ഞു മീനർ അടുത്താണോ. കാരണം മീനർ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ചോദിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മീനറല്ല, മൂന്നാറാണ്. പണ്ണടുത്ത് ഞാൻ പറഞ്ഞു അത് മീനർ എന്നല്ല, മൂന്നാറെന്നാണ് പറയുന്നത്. പണ്ണം മൂന്നാറൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ് കേരളം, അടിപൊളി സ്ഥലമാണെന്നാണ് പുള്ളി പറയുന്നത്. ശരിക്കും അടിപൊളി സ്ഥലം കേട്ടോ. വാൻകൂവർ. ഡ്രൈവിൽ വീണില്ലേ നോക്കട്ടെ. ഡ്രൈവിംഗ് യെസ്. അപ്പോ സമയം 11:45. തൊട്ട് 9, 10, 11, 12, 9, 10, 11, 3 മണിക്കൂർ. മണിക്കൂറിന് പണി ഉണ്ടായിരുന്നുള്ളൂ. 3 മണിക്കൂർ പോലും ഇല്ലായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു സിറ്റി ഡ്രൈവറിനെ വിട്ട് ചെയ്യിക്കാന്നേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്നും സിറ്റി ഡ്രൈവർ ആരും ഇല്ലായിരുന്നു തോന്നുന്നു. അത് മൗണ്ടൈൻ, അതിൻ്റെ മുകളിൽ ലൈറ്റുകളൊക്കെ കാണുന്നുണ്ടോ. ഇതിപ്പം രാത്രിയായിട്ട് ഇരുട്ടായതുകൊണ്ട് ഇവിടെ ഒന്നും കാണത്തില്ല ശരിക്ക്. അതൊക്കെ നല്ലൊരു വലിയ മലയാണ് അത്. പിന്നെ ഈ സൈഡിൽ പുറകിൽ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പം അങ്ങനെ ഇനിയിപ്പം അടുത്ത സീലിട്ടിട്ടുണ്ട്. അടുത്ത ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും, ഇനി അടുത്ത വാൾമാർട്ട് ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരിറങ്ങി വരും. അവരിറങ്ങി വന്നിട്ട് സീലും പേപ്പറും മാച്ചിങ് ആണോ നോക്കും.
എന്നിട്ട് അവർ സീല് പൊട്ടിക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അടുത്ത ലൊക്കേഷനിലേക്കുള്ള സീലും അവിടെ നിന്ന് ഇട്ട് തരും. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് സാധനങ്ങളൊന്നും കയറ്റുന്നില്ല, ഇറക്കുന്നില്ല എന്നൊരു കൺഫർമേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവർ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അങ്ങേര് വന്ന് സീലിട്ട് തന്നു. ഇനി നമ്മളാ ഇതിന് മുന്നത്തെ സ്റ്റോപ്പിലെ പേപ്പറും അത് വേറെ വിറ്റ്. അപ്പോൾ എടുത്തോണ്ട് പോയ കൂട്ടത്തിൽ ഈ നേരത്തെ ഡെലിവറി ചെയ്ത ലൊക്കേഷനിലെ പേപ്പറുമായിട്ടാണ് ചെന്നത് പുള്ളിക്കാരി പോയത്. ഞാൻ അത് എടുത്തുകൊണ്ടാണ് അകത്തേക്ക് കയറി ചെന്നത്. പുള്ളിക്കാരി ഈ ലൊക്കേഷനിലേക്ക് ആ പേപ്പർ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ ഡെലിവറി ചെയ്ത ലൊക്കേഷൻ്റെ പേപ്പറും കൂടെ എടുത്തുകൊണ്ട് പോയി. ലാസ്റ്റ് ആ പേപ്പർ കാണുന്നില്ല. നമുക്ക് എടുത്തു തന്ന അവിടുത്തെ ഒരു സൂപ്പർവൈസർ എങ്ങാണ്ടായിരുന്നു നമ്മുടെ ഈ പേപ്പർ കണ്ടുപിടിച്ച് തന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ ചെയ്ത ലൊക്കേഷനിലെ പേപ്പർ ഇരിക്കുന്നത്. അപ്പോൾ അതില്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ, കാരണം അതും വേണം. അപ്പം അത് തപ്പി കണ്ടുപിടിക്കാൻ മറ്റേ സൂപ്പർവൈസർ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ പോയി. പിന്നെ സൂപ്പർവൈസർ എവിടെ നിന്നാണ് നേരത്തെ പേപ്പർ എടുത്തതെന്ന് പോലും നമുക്കറിയത്തില്ല. അതിന് അത് ഒരു 10-15 മിനിറ്റ് എടുത്ത് തപ്പി കണ്ടുപിടിച്ച്. പുവർ മാനേജ്മെൻറ്റ് സിസ്റ്റം കേട്ടോ. എന്നാൽ ഒന്ന് എടുത്ത് ഒരു കാര്യം ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്, ഒരു ടാസ്ക് പിടിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവല്ല. അതിന് മുന്നേ അങ്ങ് വെട്ടടിച്ചങ്ങ് പോയി. ബാക്കിയുള്ളവരുടെ സമയം നഷ്ടം. പിന്നെ കുഴപ്പമില്ല, മണിക്കൂറിന് ശമ്പളം കിട്ടുന്നതുകൊണ്ട് വല്ലി. അപ്പോൾ അതങ്ങനെ. ഇനിയിപ്പോൾ 20 മിനിറ്റ് ഉള്ളൂ യാർഡിലേക്ക്. യാർഡിൽ ചെല്ലുന്നു. ട്രെയിലർ നമ്മൾ പിക്ക് ചെയ്ത് അതേ ലൊക്കേഷനിൽ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. അത് മിക്കവാറും വെളുപ്പിനെ അല്ലെ 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഏതൊരു ഡ്രൈവർ വന്ന് വണ്ടി എടുത്തിട്ട് പോകുമായിരിക്കും. ഈ പറഞ്ഞ പോലെ പ്രിൻസ് ജോർജ് ആണ് ഇതിൻ്റെ ഫൈനൽ ഡെലിവറി. നമ്മളവിടെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യുന്നു, തിരിച്ച് ട്രാക്ടർ കൊണ്ട് പാർക്ക് ചെയ്യുന്നു, നമ്മുടെ വണ്ടി എടുക്കുന്നു, വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ടൊന്ന് കിടന്നുറങ്ങണം. 2 ദിവസത്തെ ഉറക്കം പെൻഡിങ്ങാണ്. കാപ്പിയൊക്കെ തണുത്ത് മരച്ചു പോയി. വേറൊരു ചൊവ്വയും കോൾഡ് കോഫി. എന്തരോ ഒരു വാർണിംഗ് ഇപ്പോൾ വന്നു. അരമണിക്കൂർ താഴെ ആണ്ടാന്ന് തോന്നുന്നു. അരമണിക്കൂറും കൂടെ ഉള്ളൂ എന്നൊരു വാർണിംഗ് വന്നിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് 29 മിനിറ്റും സംതിങ് ഉണ്ട് മിച്ചം. ലൊക്കേഷനിലേക്ക് വരും. ഇനി 11 മിനിറ്റ് കൂടെ ഉള്ളൂ. പരിപാടികളെല്ലാം ഒരു 15-16-17 മിനിറ്റിനുള്ളിൽ പരിപാടിയെല്ലാം തീർക്കുന്നതാണ്. ചെന്നപാടെ സമയം കളയാതെ നേരെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് നേരെ വണ്ടി അടക്കൊണ്ട് പാർക്കിംഗ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പരിപാടി തീർന്നു. അതല്ല, ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ പരിപാടി തീർക്കണം. നോട്ട് ബാഡ്. എന്നാൽ എനിക്കൊന്ന് അറിയണം, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 മണി കഴിയുമ്പോഴത്തേനും എനിക്ക് കുറച്ചെങ്കിലും അവർ മിച്ചമുള്ളത് കയറി വരേണ്ടതാണ്. 12 അവിടെ എത്തുമ്പോഴത്തേനും കറക്റ്റ് 12 ആവും. മുമ്പ് നമുക്ക് നോക്കാം. കറക്റ്റ് 12 ആകുമ്പോൾ അവിടെ എത്തുന്നത്. ETA എത്തുമ്പോഴത്തേനൊന്ന് നോക്കാം നമ്മുടെ അവർ കയറുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതെ, അടുത്ത വിമാനം പോകുന്നുണ്ട്. ഐ തിങ്ക് അതൊരു ചെറുതാണല്ലോ. ഫ്ലൈറ്റ് അത് ഏത് ജില്ല? അത് US കയറിയല്ലോ. ആ കാണുന്ന വിമാനം US-ലെത്തി കേട്ടോ. അത് നമ്മള് അങ്ങോട്ട് പോയപ്പോൾ കണ്ട വിമാനം തന്നെ. അത് തിരിച്ച് ടൊറന്റോയിലേക്ക് പോവാ. റൗണ്ട് ഫ്ലൈറ്റ് ആയിരുന്നു. വരുന്നു, ആളെ ഇറക്കുന്നു, ആളെ കയറ്റുന്നു, തിരിച്ച് ടൊറന്റോ പിടിക്കുന്നു. എന്തായാലും ട്രക്ക് ഓടിച്ച് ടൊറന്റോ എത്തണമെന്നുണ്ടെങ്കിൽ, അതായത് വണ്ടി നിർത്താതെ ഓടുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം പിടിക്കും. 2 ദിവസം ഓടിച്ച് കഴിഞ്ഞാൽ ടൊറന്റോ എത്തുള്ളൂ. 48 hours കണ്ടിന്യൂസ് ഓടണം. വിമാനത്തിലെ ആള്
4-5 മണിക്കൂറും കൊണ്ട് ഇപ്പോൾ അവിടെ എത്തും. അങ്ങനെ ആ പുള്ളിയുടെ ഡ്യൂട്ടി, പൈലറ്റിൻ്റെ ഡ്യൂട്ടി ചിലപ്പം 5-10 hours, 12 hours ഓൺ ഡ്യൂട്ടി. അതെല്ലാം ഒരു 12 മണിക്കൂർ. 12 മണിക്കൂറിൽ പുള്ളി കാനഡ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ വന്നിട്ട് അങ്ങ് പോകും. റൗണ്ട് ട്രിപ്പ് അടിക്കും. നമുക്ക് റൗണ്ട് ട്രിപ്പ് അടിക്കണമെങ്കിൽ ഒരാഴ്ച പിടിക്കും. നമ്മുടെ എക്സിറ്റ് ആണ് ഇതിൻ്റെ, ഇതല്ല അടുത്ത എക്സിറ്റ്. ഇതാണ് നമ്മുടെ എക്സിറ്റ്, അബസ്ഫോർഡ് ഇന്റർനാഷണൽ എയർപോർട്ട് എക്സിറ്റ്. നേരത്തെ പറഞ്ഞാൽ നമ്മുടെ യാർഡിന് തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട്. അപ്പോൾ നമ്മൾ ഒരേ എക്സിറ്റ്, സെയിം എക്സിറ്റ് ആണ് എടുക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് ബെഡ് കണ്ടാൽ മതി, അത്രയും മടുത്തു. ഈ പണി എടുത്തിട്ടില്ല, പക്ഷെ എൻ്റെ 2 ദിവസത്തെ ഉറക്കം ബാക്കി കിടക്കുക. എന്നാൽ അങ്ങോട്ട് ഞാൻ ഇന്നലെ ഞാൻ കാൽഗറി പോയിട്ട് വന്നത്. ഇന്നലെ കാൽഗറി അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്ന് 4 മണിക്കൂറേ കിടന്നുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടേക്ക് 10-11 മണിക്കൂർ ഓടി തിരിച്ച് ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇതെടുത്തു, ഈ ട്രിപ്പ് എടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ചെന്ന് കിടന്ന് ഉറങ്ങാൻ. 2 ദിവസത്തെയും കൂടെ അങ്ങ് ക്ഷീണം അങ്ങ് തീർക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെ നാക്കൊക്കെ മറ്റേ കുഴഞ്ഞു പോവുക. പ്രവചിച്ചതുപോലെ നമ്മുടെ അവേഴ്സ് ഓഫ് ഡ്രൈവിങ് തിരിച്ച് കയറിയിട്ടുണ്ട്. നമുക്ക് അത് ഇനിയിപ്പോൾ 11 മണിക്കൂർ സംതിങ് ഉണ്ട്. ബട്ട് നമ്മൾ യാർഡിലെത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോകാം. വണ്ടി നമ്മുടെ സെയിം സ്പോട്ടിൽ തന്നെ ഇട്ടേക്കാം. ഇവിടെയായിരുന്നു വണ്ടി കിടന്നിരുന്നത്, പക്ഷേ ട്രെയിലർ കിടന്നിരുന്നത്. നമുക്ക് ഇവിടെ വട്ടം കറക്കി ഇവിടെ തന്നെ കൊണ്ടിട്ടിട്ട് ട്രക്ക് കൊണ്ട് ഒതുക്കാം. അടുക്കി കിടക്കുക ട്രക്കുകളെല്ലാം. ആരും മണിക്ക് പോകുന്നില്ലേ? ഇവിടുത്തെ ചാടി ഇറങ്ങി വരുന്നുണ്ടല്ലോ അവിടെ നിന്ന്.
പേപ്പറും കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം പേപ്പർ ശരിക്കും ഈ മഴ നനയാതെ സേഫായിട്ട് അവിടെ ഒരു എന്താ പറയുക ഒരു ഇത് വെക്കാനുള്ളൊരു സ്പേസ് ഉള്ളതായിരുന്നു. പക്ഷെ ഇതിന് അതില്ല. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. സോ ഐ തിങ്ക് ദാറ്റ്സ് ഓക്കെ. ടെമ്പറേച്ചർ ഇപ്പോഴും 34 റൺ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ്. Done. ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ഓഫ് ഡ്യൂട്ടി ലോഗ് ഔട്ട് പരിപാടി കഴിഞ്ഞു. ലെറ്റ്സ് ഗോ. വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയേക്കുന്നത് ഒരു പ്രോപ്പർ പാർക്കിംഗ് അല്ല. പക്ഷേ ദാറ്റ്സ് ഓക്കെ. കാരണം അതിൻ്റെ അടക്കോട്ട് ഇനി വേറെ ആയതിലും കുത്തി കയറ്റി കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ നല്ല ടാസ്ക് ആയിരിക്കും. ഇപ്പം തന്നെ ബാക്കപ്പ് ഇത്തിരി കഷ്ടപ്പെട്ട വണ്ടിയിൽ വിട്ട് കളിക്കാൻ സ്പേസ് ഇല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയൊന്ന് കുറച്ച് നേരം ഇട്ടിട്ട് പോയാൽ നല്ലതാണ്. അപ്പം ഇപ്പോഴാണ് നമ്മൾ ഒരു കാര്യം ഓർക്കണേ. ഡ്രിഫ്റ്റ് ചെയ്തില്ലല്ലോ. പുറകോട്ട് അധികം വണ്ടിയൊന്നുമില്ല. ഒന്ന് തെന്നിച്ച് നോക്കാം. കമ്പനിന്ന് അവസാനം പിടിക്കോ? അത്രയും വന്നില്ല. അയച്ചൂടെ ഒരു ഫ്ലോയിലേക്ക് അങ്ങ് നീട്ടി കൊണ്ടുപോകണമായിരുന്നു. ഞാൻ ആ സ്പിന്നിങ് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ എനിക്ക് അങ്ങനെ പരിചയമില്ല. അടുത്ത വളവിൽ ചെയ്ത് നോക്കിയാലോ. ഈ വളവിൽ ചെയ്ത് നോക്കാം.